ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിവരങ്ങളും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഉപ്പാൻ്റെ ആണ്ടേനു ഇന്നലെ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തതാട്ടോ. കാര്യമായിട്ട് കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ജോലി തിരക്കല്ലേ, എല്ലാവർക്കും ജോലി തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ വേഷങ്ങളൊന്നും ശരിയാവില്ലല്ലോ. അതിനായിട്ട് മാറ്റി ഒരുങ്ങി വീഡിയോ എടുക്കാൻ നിൽക്കുമെന്നല്ലല്ലോ. നമ്മൾ അറിയാതെ എടുക്കുമ്പോൾ ചിലപ്പോൾ വൃത്തുകളൊക്കെ കാണും. അപ്പോൾ അത് മോശമല്ലേ വിചാരിച്ചിട്ടാണ് അങ്ങനെ മുഖം കാണിക്കാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ രാവിലെ തന്നെ ഇറച്ചി മീനൊക്കെ വാങ്ങാൻ പോയതാണ് ആങ്ങള. അതാണിപ്പോൾ അത്. വെറുംചോറുണ്ടേനോ, അതിക്കുള്ള കൂട്ടാൻ കർമ്മത്തിക്കറി, ഉപ്പേരി, പയറ്, പപ്പടം, അതിക്ക് വെള്ളസൂത പൊരിച്ചത്. സൂത ഉണ്ടാ വാങ്ങുന്നുണ്ട്. പിന്നെ പലചരക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇതാ വാങ്ങണു. രാവിലെ തന്നെ പോയി വാങ്ങിയേക്കണ്. മരുവിൻ്റെ ശേഷമാണ് പരിപാടി. ഞങ്ങളൊക്കെ കുറേ വൈകിട്ടാട്ടോ ചെല്ലൽ വീട്ടിലേക്ക്. നാത്തൂമാരന്നെ എല്ലാ പരിപാടി പോലും ചെയ്യും. 4 നാത്തൂമാരും നല്ല ഉഷാറാണ് എല്ലാ പരിപാടിക്കും. തറവാട്ടിൽ ചെറിയ നാത്തൂൻ തന്നെ ഉള്ളൂ. ആ സമയമാകുമ്പോഴത്തിന് എല്ലാവരും എത്തും. ഇത് ചെറിയ ആങ്ങളേട്ടോ സാധനം കൊടുന്നത്. ഇപ്പം ഇങ്ങനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. തറവാട്ടിൽ വെച്ചിട്ടാണ് കഴിച്ചൽ. ആങ്ങളാരെ ഇഷ്ടത്തിന് ആങ്ങളാരെ പരിയിലൊക്കെ വെച്ച് കഴിച്ചണോരും ഒക്കെ ഉണ്ട്. പക്ഷെ ആ ദിവസം നമ്മൾ തറവാട്ടിൽ ഇവിടെ നല്ല വാപ്പ മരിച്ചിറങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ് കഴിച്ചാൽ കേട്ടോ. എല്ലാവരും കൂടും. മക്കളും പേരമക്കളും ഉള്ളവർക്കൊക്കെ കൂടാലോ. അപ്പോൾ കിണറ്റിലെ ശുദ്ധമായ വെള്ളം കുറച്ച് കോരുകയാണ് ബിരിയാണി വെക്കാൻ. നാത്തൂനല്ല ഇപ്പം എന്നും കോരല്ലേ, എവള് കോരി കുഴങ്ങിക്കണു. മോട്ടറും പൈപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. കോഴിക്കളും പൂച്ചകളും എപ്പോഴും ചാടും കിണറ്റിക്ക്. കോഴിക്കളൊക്കെ അവർക്ക് ഉണ്ടേനും. അപ്പോൾ അങ്ങനെ ആയിട്ട് ഒന്നായിട്ട് വാലാണ് ഇട്ടൊക്കെയാണ്. ആദ്യം ഇങ്ങനെ മേലെ കൂടി ഇട്ടിട്ടില്ലേനു. കിണർ കുറച്ച് അടി കൂടി ഇട്ടീന്. എന്നാലും അത് നീക്കിക്കാണ്ട് ചാടും. എന്നും അതന്നെ ആളിറക്കിക്കാണ്ട് അടുക്കൽ തന്നെയാണ് പണി. അപ്പോൾ ഏതായാലും ഇപ്പം അതൊന്നുമില്ല. നേർക്ക് നന്നായിട്ട് മൂടിയതുകൊണ്ടേ കുറേ താഴ്ചയുള്ള കിണറാട്ടോ. എന്നാലും കുടിച്ചാലുള്ള വെള്ളം നമുക്ക് കൊടും വേനലാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടും. കുടിവെള്ളം മാത്രം. ഞങ്ങൾ അതിൽ തന്നെ ലൈൻ വെള്ളമാണ് എല്ലാ കാര്യത്തിനും പോലും ഉപയോഗിക്കൽ. കുടിക്കാൻ മാത്രം ഇതിൽ നിന്ന് എടുക്കും. റിങ്ങൊക്കെ ഇറക്കിയ കിണറാണ്. ഞാനാണിപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്ട്. ഇപ്പോൾ ചോറൊക്കെ ആളെ വെള്ളം കൊണ്ടുപോയി അരി തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടേ വെള്ളം കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പോയി കുറച്ച് വെളിച്ചമൊക്കെ കിട്ടണ്ട നമുക്ക് വീഡിയോ എടുക്കാൻ. രാത്രി മരുവിൻ്റെ ശേഷം എല്ലാവരും എത്തുക. അപ്പോൾ വീഡിയോ എടുത്താൽ വെളിച്ചമില്ല. നന്നായിട്ട് ആണുങ്ങൾ വന്നാൽ പോലടി പോയി നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കഴിയണ മാതിരി കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തൊക്കെ കേട്ടോ. അപ്പോൾ ഉസ്താദ്മാർ വരാനായില്ല. അപ്പോൾ ആ തായേരെയൊക്കെ ഒന്ന് ഞാൻ അടിച്ച് നന്നാക്കുകയാണ്. കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അയൽവാസികൾ കുട്ടികളൊക്കെ ഉണ്ട്. നല്ല കളിയിലാണ്. അപ്പോൾ ഒന്നായിട്ട് ചണ്ടയാണ് തായേരൊക്കെ അടിച്ച് നന്നാക്കുക കേട്ടോ. രാവിലെ അടിച്ചേരി തുടച്ചൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ട സ്ഥലമായിരുന്നു. മക്കളെ കളിയുണ്ടേ. ആണ്ട് ഞങ്ങൾക്കിത് 16 ആണ്ടായിട്ടാണ്. ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ആണ്ടും കഴിച്ചും ഉമ്മാൻ്റെ കഴിച്ചും. ഇമ്മ മരിച്ച് 10 കൊല്ലം കഴിഞ്ഞാരേട്ടാ വാപ്പ മരിച്ചിട്ടുണ്ട്. ആ 10 ആണ്ടും വാപ്പ കഴിച്ചു. ഇപ്പോൾ വാപ്പാൻ്റെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പായില്ലേ. നോമ്പ് 4-ന് 5-ന് ഉമ്മാൻ്റെ ആണ്ടുമായി. അതും കഴിച്ചു. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ വിധി അല്ലാഹ് തരട്ടെ. ആമീൻ. അപ്പോൾ ബിരിയാണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ നാത്തുമാരെല്ലാവരും ഒരുക്കി റെഡിയാക്കി വെച്ചേക്കണു. ഇത് അടുക്കള കേട്ടോ. അടുക്കളയിലെല്ലാ സാധനം കൂടി നിറച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ അടുക്കള ഞാൻ വീഡിയോ എടുത്ത പോലും പറയാം അതുപടിയൊക്കെ ഒന്ന് വീഡിയോ എടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുള്ള സാധനം ഉള്ളിടത്തല്ലേ എടുക്കൽ. അതിനായിട്ട് ഇനിയിപ്പോൾ നന്നാക്കാനാവോ എന്ന് പറയേ. അപ്പോൾ ചിക്കൻ പൊരിച്ചുകാണ്ടാട്ടോ ബിരിയാണി വെക്കണത്. ചിക്കനൊക്കെ എല്ലാം മസാല ഇട്ട് വെച്ചുകാണ്ട് ചെമ്പട്ടിയിട്ട് കുറേശ്ശെ അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നല്ലോണം ഇപ്പം വേവണ്ടല്ലോ നമ്മളിത്. അത് പൊരിച്ചുകാണ്ട് ബിരിയാണി ഒരു ഹാഫിലും ഇങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. ഗോതമ്പം കുത്തിക്കാണ്ട് മിക്സിയിലാട്ടോ കുത്തിയത്. ഉരലിലല്ല, മിക്സി കുത്തിക്കാണ്ട് ഗോതമ്പക്കറിയാണ് വെക്കണത്. ഗോതമ്പക്കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ കറിയാണ് വെക്കണത്. ആ മോൻ അങ്ങനെ എന്നെ ശല്യം ചെയ്തും കൊടുക്കുക. കളിക്കാർ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകാണ്ടേ അടുപ്പത്തുനിന്ന് പോകണില്ല. അപ്പോൾ ബിരിയാണിയൊക്കെയുള്ള മസാലയൊക്കെ വാട്ടിക്കണ്. പായസം റെഡിയായി.
പുറത്തെ മുറ്റത്ത് വെച്ച് കാണട്ടോ അടുക്കളേൻ്റെ ഭാഗത്തേ പുറത്തെ മുറ്റത്ത് വെച്ച് കാണും. അടുക്കളയിൽ പിന്നെ ചെറിയ അടുപ്പല്ലേ, അതിന് വെച്ച് കാണൊന്നും ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ മോനാണെങ്കിൽ ജലദോഷം ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ എത്തുന്ന പോകാത്തത്, വല്ലാതെ പോകാത്തത്. ഇപ്പൊക്കെ ദമ്മിടാളൊക്കെ റെഡിയാക്കി വെച്ചേക്കണു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗരം മസാല കേട്ടോ വിതറി കൊടുക്കണത്. കോഴിക്കളൊക്കെ കൂട്ട് കയറണ നേരമായി വാങ്ങി കൊടുക്കാനായി. കുറേ നേരത്തെ വെച്ചിട്ടും കാര്യമില്ലല്ലോ, ചൂടാറൂലേ. ഇതിപ്പോൾ കുറച്ച് പായസം നമ്മൾ പിന്നെ ചൂടാറാൻ വേണ്ടി പാത്രത്തിൽ എടുത്ത് വെച്ചതാണ്. വരുന്നവർക്കൊക്കെ ആദ്യം അത് കൊടുത്തിട്ടാണല്ലോ മൗലൂദില്ല. മരി സ്കെച്ച് ചെയ്യാൻ ഉസ്താവ് വന്നേക്കൊണ്ട് മുക്കറി വന്നേക്കണേ. പിന്നെ മുക്കറി പിന്നെന്താ നിങ്ങൾ ചോറ് കഴിച്ചോളി. ഷാ ആയപ്പോത്തിന് മൗലൂദ് കഴിഞ്ഞു. നിങ്ങൾ ചോറ് കഴിച്ചോളി, ഞാൻ ഷാബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് ഞാൻ വന്നുകൊണ്ട് എനിക്ക് കുറച്ച് ചോറ് എടുത്ത് വെച്ചാൽ മതി, എന്നെ കാത്ത് കണ്ട. നമ്മൾ അയൽവാസി തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ആണുങ്ങളൊക്കെ ഒന്നായിട്ട് വേവിച്ചിട്ട്, എന്നാലും എൻ്റെ വലിയ കാക്കിയും ചെറിയ ആങ്ങളെയൊക്കെ ഉസ്താദിനെ കാത്തുന്നു. ബാക്കി എല്ലാവരും വേവിച്ചു. ഇളയക്കാരൊക്കെ അവർക്കൊക്കെ പോകണ്ടേ, മലപ്പുറത്ത് എവിടേക്കൊക്കെ എത്താനുള്ളതല്ലേ, ഓല കൊണ്ടാക്കൊക്കെ വേണ്ടേ. പുറത്തുനിന്ന് കാര്യമായിട്ട് ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ മക്കൾ മരുക്കൾ പിന്നെ അടുത്തയാളെ മാപ്പിളാർ പേരമക്കൾ അങ്ങനെ കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ ചെറിയ ആങ്ങളുടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഓല് എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ പിന്നെ ഓലും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ കുറച്ച് ഫ്രണ്ട്സ് ആളുകളും തന്നെ 16ാമത്തെ ആണ്ടല്ലേ. എന്നാലും ആ ദിവസം നമ്മൾ തന്നെ ഇനിയിപ്പോൾ മൂലേരില്ലെങ്കിലും നമുക്ക് തന്നെ യാസീൻ ഓതി പിന്നെ ദ്വാരനാൾ അതിൻ്റെ ഫലം കിട്ടും. വന്നവർക്കൊക്കെ പായസം കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. ഇരുട്ടാണ്, വെളിച്ചമില്ല, നല്ല ക്ലിയർ വെച്ച് കണ്ടൊക്കെ എടുത്താണ്. ചോറൊക്കെ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അവരുടെ പാത്രത്തിൽ കുറച്ച് കോരി വെച്ച് കാണ്ട് ചോറൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ചേക്കണു. തായേരി ഇരുന്നാട്ടോ മൗലൂദലിന്. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഡൈനിങ് ഹാളിലും ഇരിക്കാമല്ലോ. അപ്പോൾ ഉസ്താദ് പോയേക്ക് ഇവിടെ ഉള്ള ആണുങ്ങളൊക്കെ ഒന്ന് ചോറ് കഴിച്ചേട്ടാ. കുറച്ച് ആൾക്കാർ ഉസ്താദിനെ കാത്തു നിൽക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ, മുഴുവനായിട്ട് കാണണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.